കഥ ടീച്ചറാകാൻ കൊതിച്ച കുട്ടി. ഉമ്മ, നമ്മളെ സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ വന്നിക്കണ്. വെളുത്ത ടീച്ചർ. എന്തഴക്. എത്താ ടീച്ചറെ പേര്? അത് അത് സയൻസ് ടീച്ചർ. എത്ത് സയൻസ് ടീച്ചറാ? അല്ലാ, അങ്ങനെ ഒരു പേരുണ്ടാ? എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞമ്മക്ക് സയൻസാ എടുക്കണേ. തന്നെയോ? അല്ലുമ്മ, പഠിച്ചോന് വെളുത്തോലോടാ ഇഷ്ടം? തന്നെ. കറുത്താലോടോ? പെരുത്തി ഇഷ്ടം കറുത്തോലോടാ. അപ്പോൾ ടീച്ചറെക്കാളിലും പെരുത്തി ഇഷ്ടം എന്നോടായിരിക്കും അല്ലേ ഉമ്മ? ആ, പെൺകുട്ടിക്ക് എന്നാലും വെളുക്കാനാണ് കൊതി. ടീച്ചറെ പോലെ മഞ്ഞ തട്ടം മാത്രം ധരിക്കുന്ന കറുത്ത തൊലിയും വെളുത്ത പല്ലുമുള്ള പെൺകുട്ടിയെ ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു. ടീച്ചറെ, കറുത്ത കുട്ടികളെ പഠിച്ചവന് ഇഷ്ടമല്ല അല്ലേ? അയ്യേ, അങ്ങനൊന്നുമില്ല കുട്ടിയെ. കറുത്തവരോടാണ് പടച്ചോന് കൂടുതൽ ഇഷ്ടം. കുട്ടിക്ക് തൃപ്തിയായി. മഞ്ഞ പാപ്പാത്തിയെയും മഞ്ഞ പൂക്കളെയും മാത്രം ഇഷ്ടപ്പെട്ട കുട്ടി മഞ്ഞയെ മാത്രം സ്വപ്നം കണ്ടു. ഉമ്മ, എനിക്കും ടീച്ചറാകണം. ഞാൻ നല്ലോണം പഠിച്ചോ. എപ്പോഴും ചിരിക്കുന്ന, കഥ പറഞ്ഞു തരുന്ന, കയ്യിൽ വടിയില്ലാത്ത ടീച്ചറാകാൻ കുട്ടി കൊതിച്ചു. ടീച്ചറെ, എനിക്ക് ടീച്ചറാകാനാ ഇഷ്ടം. നല്ലോണം പഠിച്ചാൽ തീർച്ചയായും മോൾക്കും ടീച്ചറാകാൻ കേട്ടോ. കുട്ടിയുടെ അന്നത്തെ ആദ്യത്തെ സ്വപ്നം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചറുടേതായിരുന്നു. പിന്നെ തടിച്ച വടിയുമായി തുപ്പൽ തെറിപ്പിച്ചു കൊണ്ടുവരുന്ന ഓടിയടുക്കുന്ന മൗലവിയെയും കണ്ടപ്പോൾ കുട്ടി പേടിച്ചു നിലവിളിച്ചു. ഉമ്മ സാന്ത്വനപ്പെടുത്തി. ഉമ്മയുടെ മനസ്സിൽ അകലെ മലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ മകളുടെ വായിച്ചയെക്കുറിച്ചായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളും അതോടെ മണ്ണിനടിയിലായെന്ന് കുട്ടി അറിഞ്ഞതേയില്ല. പുതിയ മഞ്ഞ കുപ്പായവും മഞ്ഞ തട്ടവും കിട്ടിയ സന്തോഷത്തിൽ മതിമറന്ന കുട്ടി വായിച്ചിയുടെ മയ്യത്ത് കാണാൻ നിൽക്കാതെ അപ്പോഴും മഞ്ഞ പാപ്പാത്തിയെ തേടി വയൽ വരമ്പിലൂടെ പറങ്കിമാവിൻ തോപ്പിലേക്ക് ഓടിപ്പോയത് അമ്മ വേദനയോടെ ഓർത്തു. കഥ വേലായുധൻ പള്ളിക്കൽ. നന്ദി.